ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അപ്പോ സൂറ റഹ്മാനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്ത് എന്ന് പറയുമ്പോൾ മക്ക കാലഘട്ടത്തിൽ ഇസ്ലാമിയുടെ മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ്. ഏതാണ്ട് നുബൂവത്തിന്റെ 10ാം വർഷം ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയത്. തായിഫിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. അവിടുത്തെ ആളുകൾ നബിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു, അല്ലെ, തെരുവ് പിള്ളേരെ കൊണ്ട് കല്ലെറിഞ്ഞൊക്കെ ഓടിച്ചു. അങ്ങനെ അവിടുന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിലാണ് ഈ സൂറ അവതരിച്ചത് എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്ത് വേറൊരു പ്രത്യേകത, ഇത് ജിന്നുകളെ അഭിസംബോധന ചെയ്തിട്ട് മനുഷ്യരുടെ ഒപ്പം ജിന്നുകളെയും കൂടി അഭിസംബോധന ചെയ്യുന്ന ഏക സൂറത്താണിത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ ഒരു സൂറത്ത് ഇല്ല. വേറെ ജിന്നുകളെയും കൂടി അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു സൂറത്ത് ഇല്ല. അപ്പോ അതാണ് അതിന് തെളിയണ. ശരിക്കും അതിന്റെ ഇപ്പൊ ഈ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന വാചകത്തിൽ തുകദ്ദിബാൻ, സാധാരണ ഇതിൽ നിങ്ങൾ കളവാക്കുന്നു എന്നതിന് തുകദ്ദിബൂന അല്ലെങ്കിൽ തുകദ്ദിബു, ഒരാളാണ് കളവാക്കണമെങ്കിൽ തുകദ്ദിബു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, റബ്ബിക്കുമാ ശരിക്കും റബ്ബിക്കും, നിങ്ങൾ മനുഷ്യരെയൊക്കെ വിളിച്ച് പറയുമ്പോൾ അല്ലാഹു റബ്ബിക്കും, അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ റബ്ബിക്ക എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ റബ്ബിക്കുമ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ, തുകദ്ദിബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ രണ്ട് വിഭാഗങ്ങളെയും കൂടി, അതായത് മനുഷ്യരെയും ജിന്നുകളെയും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞതാണ് അത് തുകദ്ദിബാൻ എന്നതാണ് അതിന്റെ തെളിവ് കേട്ടാ. അപ്പോ അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ സൂറത്തിന്റെ പേരെന്താ? അർ റഹ്മാൻ, അല്ലെ. അർ റഹ്മാന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? എന്താണ്? പരമകാരുണ്യകൻ. കാരുണ്യത്തിന്റെ അങ്ങേയറ്റം. ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനത്തെ പദങ്ങൾ പലതും ഉണ്ടല്ലോ. ഫുർസാൻ, അത്തഷാൻ, സൽമാൻ ഒക്കെ ആ ഒരു വകുപ്പിൽ വരുന്നതാണ്, അല്ലെ. എഹ്സാൻ, ഇങ്ങനെ ആ ഒരു വസ്ലിലാണ് ആ വരുന്നത്. അപ്പൊ റഹിമ അല്ലെങ്കിൽ റഹിമ് എന്ന ആ ഒരു പദത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതാണ് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത അതുണ്ട്. അതോടൊപ്പം പലതരം ഉള്ളടക്കങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഈ സൂറത്തില്. ഇപ്പൊ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് ഈ സൂറത്തുൽ റഹ്മാനും സൂറത്തുൽ വാഖിഅം ഒരു കണ്ണാടി പോലെയാണെന്നാ പറയാം. അതായത് ഏതൊക്കെയാണോ ഈ സൂറത്തിലുള്ളത്, സൂറത്തുൽ റഹ്മാനിലുള്ളത്, അതിന് അതേ ഒരു റിഫ്ലക്ഷൻ സൂറ അൽ വാഖിയയിലുണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോ സൂറ റഹ്മാൻ അതിന്റെ ഓർഡർ നമ്മൾ അതിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, എന്നിട്ട് അള്ളാഹുവിന്റെ കുറെ ദൃഷ്ടാന്തങ്ങളാണ് പറയുന്നത്. അതിനുശേഷം മനുഷ്യരോട് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പറയുന്നു. പിന്നെ സ്വർഗവാസികളെ കുറിച്ച് പറയുന്നു. അതിനിടയ്ക്ക് നരകവാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ നേരെ തിരിച്ച് ഇത് താഴേന്ന് മേപ്പോട്ടാണെങ്കിലും മറ്റത് മേലേന്ന് താഴേക്ക്, അങ്ങനെ സൂറത്തുൽ വാഖിയ ഇതിന്റെ ഒരു പരസ്പര ദർപ്പണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇപ്പോ നമ്മൾ പറഞ്ഞത് ഇതിന്റെ പേരിനെ കുറിച്ചാണ്. പേര് അർ റഹ്മാൻ. അർ റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് ഏറ്റവും മികച്ച ഗുണം അള്ളാഹുവിന്റെ. സ്നേഹത്തെക്കാളും വലുതാണ് കാരുണ്യം, അല്ലെ. ഇപ്പോ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വർത്താനമുണ്ട് സാധാരണഗതിയിൽ, അല്ലെ. പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാണ് ദൈവം, ശരിയാണ്. പക്ഷെ സ്നേഹത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണെന്ത്? കാരുണ്യം. കാരണം കാരുണ്യം എന്ന് പറയുന്നത് അതിൽ സ്നേഹം അടങ്ങിയിട്ടുണ്ട്, ബഹുമാനം അടങ്ങിയിട്ടുണ്ട്, ആദരവ് അടങ്ങിയിട്ടുണ്ട്, ദയ എല്ലാം അടങ്ങിയിട്ടുണ്ട് ആ ഗുണം. അതുകൊണ്ടാണ് എല്ലാ സൂറത്തുകളുടെയും ആദ്യത്തില്
അള്ളാഹു നമ്മുടെ ഉച്ചരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഇത് ബിസ്മി സൂറത്തുകളുടെ തുടക്കത്തിൽ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ ഒക്കെ എന്തും ഒരു മുസ്ലിം എന്തും ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങാവുള്ളൂ എന്നർത്ഥം. എന്തും അതിന്റെ അർത്ഥം എന്താ? ബിസ്മി ചൊല്ലാൻ പറ്റാത്ത ഒന്നും അവൻ ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിം ബിസ്മി തുടങ്ങിയിട്ട് എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ കക്കാൻ പോകാൻ അവന് പറ്റൂല. കാരണം എന്താ? മോഷ്ടിക്കാൻ അവന് പറ്റൂല, അത് ബിസ്മിക്ക് ചേർന്നതല്ല. വ്യഭിചരിക്കാൻ അവന് പറ്റൂല, കാരണം അത് ബിസ്മിക്ക് ചേർന്നതല്ല, ബിസ്മില്ലയോട് ചേർന്നതല്ല. പലിശ വാങ്ങിക്കാനോ പലിശ കൊടുക്കാനോ അവന് പറ്റില്ല, കാരണം അത് ബിസ്മില്ലയുടെ റഹ്മാന്റെ ഇതിനോട് യോജിച്ചതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സൂറത്തിന് അങ്ങനെ ഒരു പേര് അള്ളാഹു കൊടുത്തിരിക്കുന്നു, കാരുണ്യം, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. വേറൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗർഭാശയത്തിന് എന്താ പറയാ അറബിയില്? റഹിം. റഹിം. അതിൽ നിന്നാണ് കാരുണ്യം വരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഗർഭാശയത്തിൽ ഒരു കുട്ടി കിടക്കുമ്പോ ആ കുട്ടിക്ക് ഭക്ഷണം കിട്ടുന്നത് എവിടെന്നാ? റിസ്ക് കിട്ടുന്നത് എവിടെന്നാ? മാതാവ് എന്താണോ കഴിക്കുന്നത് അത് പൊക്കിൾ കൊടിയിലൂടെ ആ കുട്ടിക്ക് ലഭിക്കണം, ആ ഭക്ഷണം, അല്ലെ? എന്ന് പറഞ്ഞിട്ടുള്ള ഗർഭാശയത്തിന്റെ ഭിത്തിയും അതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ അവസ്ഥ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ആ ഒരു കുഞ്ഞിന് വളരാൻ പറ്റും 10 മാസത്തോളം, പരമാവധി 10 മാസത്തോളം വളരാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും, ഭക്ഷണവും വായുവും അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും ആ ഒരു മദറിന്റെ ഗർഭാശയത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു കാരുണ്യമാണ് അള്ളാഹുവിന്റെ. അതേപോലത്തതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്നതാണ് ആ പദത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം അള്ളാഹു സ്വീകരിച്ചത് കൊണ്ട് എന്നാണ് പറയുന്നത്. ഇൻക്രെഡിബിളി മേഴ്സിഫുൾ എന്നാണ് പറഞ്ഞത്. അത് അവിശ്വസനീയമാം വിധം കാരുണ്യം കാണിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവരോടും തന്നെ ധിക്കരിച്ചവരോടും എത്ര നമ്മൾ ആലോചിച്ച് നോക്കി. തെറ്റ് ചെയ്തവരൊക്കെ അള്ളാഹു അപ്പോഴേക്കപ്പോഴ് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ആരും അവശേഷിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ വലിയ വലിയ തെറ്റ് ചെയ്ത ആളുകൾ 2000 പേരെ കൊന്നവര്, 3000 പേരെ കൊന്നവര്, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ അവരൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അള്ളാഹു എല്ലാവർക്കും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ എല്ലാവർക്കും ഭക്ഷണം കിട്ടും, ഈ ഭൂമിയിലെ എല്ലാ സംഗതിയും അള്ളാഹു കൊടുക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചല്ലോ, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും, നിന്നിൽ വിശ്വസിച്ച ആളുകൾക്ക് മാത്രം നീ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വമൻ കഫറ, അല്ല ഞാൻ നിഷേധിച്ചവർക്കും ഭക്ഷണം കൊടുക്കും. സുമ്മ ഉൽത്തറുഹു ഇലാ അദാബിന്നാർ, പിന്നീടാണ് ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുവരിക. വബിസൽ മസീർ, അതത്ര മോശമായ സങ്കേതമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ കാരുണ്യം അതിവിശാലമാണ്. അപ്പൊ ആ ഒരു പേര് ഈ സൂറത്തിന് കിട്ടി എന്നുള്ളത് തന്നെ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വേറൊരു സംഗതി, ലിക്കുല്ലി ഷൈഇൻ അറൂസ് ഇന്ന അറൂസ് അൽ ഖുർആനി അർ റഹ്മാൻ എന്ന അലീബിൻ അബി താലിബ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ലിക്കുല്ലി ഷൈഇൻ അറൂസ്, എല്ലാവർക്കും ഒരു മണവാട്ടിയുണ്ട്, എല്ലാവർക്കും ഒരു ഇണയുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു മണവാട്ടിയാണ് ആര്? അർ റഹ്മാൻ. സൂറ അർ റഹ്മാൻ വിശുദ്ധ ഖുർആന്റെ മണവാട്ടിയാണെന്ന് പറയുന്നത്. അറൂസുൽ ഖുർആൻ, മണവാട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വളരെ പ്രിയപ്പെട്ടത്, ഏറ്റവും ഡിയർ ആയത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു സംഗതി. ഒരു അറൂസ് എങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങുക, അല്ലെ? ഒരു മണവാട്ടി അവളുടെ വിവാഹത്തിന്റെ അന്ന് എങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങുക? അതൊരു വലിയ ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ഭാവത്തിൽ പ്രത്യക്ഷപ്പെടും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, ഏറ്റവും നല്ല അണിഞ്ഞൊരുങ്ങി പ്രത്യക്ഷപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്ത് റഹ്മാൻ. ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചിങ്ങനെ ഇരുന്നു പോകും, അതിൽ അലിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നു പോകും. അത്രത്തോളം വശ്യതയും മനോഹാരിതയുണ്ട്. ഈ സൂറത്ത് ഒരിക്കൽ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോ ഒരു ഖുറൈശി പ്രമുഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. നബി ഇത് ഓതി കേൾപ്പിച്ചപ്പോ അദ്ദേഹം പറയുന്നതാണ്, ഇന്ന അലൈഹി ലഹലാവ വ ഇന്ന ലഹു ലതിലാവ. ഇതൊരു വലിയ പിന്നെ ഒരു വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു ആകർഷണീയത ഈ സൂറയ്ക്കുണ്ട്, ഈ വചനങ്ങൾക്കുണ്ട് എന്ന്
പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പിന്നെ ശരിക്കും നമ്മളിപ്പോ ഈ പഠിക്കാൻ പോകുന്നത് വലിയൊരു പാഠമാണ്. എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇത്രയും മനോഹരമായ വചനങ്ങളെ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമ്മൾ പിന്നെ കാണണം കേട്ടോ. പിന്നെ ഈ സൂറയുടെ അവതരണ കാലം ഞാൻ നേരത്തെ പറഞ്ഞു മക്കയിലാണ്. പിന്നെ മക്കയിലെ ആദ്യ നാളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നുബുവത്തിന്റെ 10ാം വർഷം, പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ മക്കയിലെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇത് അവതരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹിജ്റക്ക് വളരെ വർഷങ്ങൾ മുമ്പ്, ഇപ്പോ ഉദാഹരണത്തിന് അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ അവര് പറഞ്ഞിട്ട് നബി ഒരിക്കൽ ഇങ്ങനെ കഅബയുടെ ഹജറുൽ അസ്വദ് ഉറപ്പിച്ച ഒരു കോണിന്റെ അഭിമുഖമായിട്ട് നബി ഇങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോ ഫസ്ദ ബിമാ തുഅ്മർ എന്നത് ആ സന്ദർഭത്തിൽ പിന്നെ അവതരിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ട് അക്കാലത്ത് ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വാചകം ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ഈ സൂറത്തിലെ ഈ വചനമാണ് എന്ന് അവർ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ശരിക്കും മക്കയില് നബിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു സൂറത്ത് അവതരിച്ചിരുന്നു എന്നതാണ് പിന്നെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് ഇങ്ങനെ ഇരുന്നിട്ട് ആളുകളോട് സൂറത്തുർ റഹ്മാൻ പറഞ്ഞു കൊടുക്കുമ്പോ നബി തന്നെ അവരോട് ഇങ്ങനെ സൂറത്തുർ റഹ്മാൻ ഓതിയിട്ട് ചോദിച്ചു, നബി ജിന്നുകള് അവരുടെ റബ്ബിന് കൊടുത്ത മറുപടി നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ സഹാബികൾ ചോദിച്ചു, അതെന്താണ് ആ മറുപടി? അപ്പൊ നബി പറഞ്ഞു, ഞാനിങ്ങനെ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അതിന്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും അറിയോ? ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാന്റെ അർത്ഥം? ഏതേത് നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് ഞാൻ ഓതിയപ്പോ ജിന്നുകള് പറഞ്ഞു അത്രേ, ലാ ബിശൈഇൻ മിൻ നിഅമതി റബ്ബിനാ നുകദ്ദിബ്. ഇല്ല, ഞങ്ങളുടെ റബ്ബിന്റെ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ തള്ളിപ്പറയുന്നതല്ല എന്ന് ജിന്നുകൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം. അപ്പോ ഒരർത്ഥത്തിൽ നമ്മളും ഈ ആയത്ത് കേൾക്കുമ്പോ നമ്മൾ പറയുന്നതും സുന്നത്താണ്. എന്താണ് പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമസ്കാരത്തിലൊക്കെ നമ്മുടെ മനസ്സിൽ പറയാം, അല്ലാത്തപ്പോ നമ്മൾ ഈ ആയത്ത് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം, ലാ ബിശൈഇൻ മിൻ നിഅമതി റബ്ബിനാ നുകദ്ദിബ്. ഇനി അറബിയിൽ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ വാചകം നമ്മൾ ഉരുവിടുക, ഞങ്ങളുടെ റബ്ബിന്റെ യാതൊരു അനുഗ്രഹത്തെയും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. ഫലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ അഹ്ഖാഫിൽ ഒരു പിന്നെ ജിന്നുകൾ കേട്ടതായിട്ട്, ഖുർആൻ കേട്ടതായിട്ട്, നബിയുടെ വായിൽ നിന്ന് ജിന്നുകൾ കേട്ടതായിട്ട് സൂറ അഹ്ഖാഫില് 32ാമത്തെ ആയത്തില് ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കേട്ട സൂറത്ത് ഇതായിരുന്നു, സൂറ റഹ്മാൻ. അത് നബി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ജിന്നുകള് ഒരു സൂറത്ത് കേട്ടു, അത് ഖുർആൻ കേട്ടു. ആ ഖുർആൻ കേട്ടതിനെ കുറിച്ച് പറഞ്ഞത് ഈ സൂറ റഹ്മാനിലെ വചനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ശരിക്കും വാസ്തവത്തില് പിന്നെ 10ാം ആണ്ടില് പ്രവാചകത്വത്തിന്റെ നുബൂവത്തിന്റെ 10ാം വർഷം തായിഫിൽ നിന്ന് തിരിച്ചു വരവേ നഖല എന്ന് പറഞ്ഞ സ്ഥലത്ത് തങ്ങിയപ്പോഴാണ് ഇത് കേട്ടത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നില്ല, ജിന്നുകൾ കേട്ടോ ഇല്ല എന്നുള്ളത്. പിന്നീട് അള്ളാഹു അത് അള്ളാഹുവിനെ നബിക്ക് അറിയിച്ചു കൊടുത്താണ്. പിന്നെ ഒരു ദിവസം വേറൊരു സംഭവം ഈ സൂറത്തുർ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഒരിക്കൽ സഹാബികൾ പറഞ്ഞു, ആരെങ്കിലും ഖുറൈശികൾക്ക് ഈ പിന്നെ ഖുർആൻ ഒന്ന് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ കാരണം അവർക്കൊക്കെ പേടിയായിരുന്നു. കാരണം എന്താ, ആരെങ്കിലും പോയിട്ട് മക്കയില് ഈ ഖുർആൻ പാരായണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അവർ വിചാരിച്ചത് നല്ല കുടുംബത്തിൽപ്പെട്ട ഒരാള്, അതായത് മക്കയിലെ തറവാടികളായിട്ട ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണ് ഇത് പാരായണം ചെയ്യുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് പിന്നെ പേടിക്കണ്ട. കാരണം എന്താ, അഥവാ അവരെ തൊട്ട് കഴിഞ്ഞാല് പിന്നെ എന്തുണ്ടാവും, തിരിച്ചു ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, അവരുടെ കുടുംബത്തിലെ ആളുകൾക്ക് പറ്റും. പക്ഷെ അങ്ങനെ ആരും മുന്നോട്ട് വരാതിരുന്നപ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോയിട്ട് ഓതിക്കൊടുക്കാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താ കേട്ടിട്ടുണ്ടോ?
നല്ല തടിമാടനായിരുന്നോ? അല്ല, വളരെ ചെറിയ കുറിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കാല് ചിലപ്പോഴൊക്കെ പിന്നെ നമസ്കാരത്തിൽ തുണി ഇങ്ങനെ മാറുമ്പോൾ കാല് കണ്ടിട്ട് ആളുകൾ ചിരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പരിഹാസമല്ല, അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് ചിരി വരും. അതിനെക്കുറിച്ച് നബി അങ്ങനെ ആക്ഷേപിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. പക്ഷെ ഒരു കാറ്റ് വന്നാൽ പാറിപ്പോവാൻ മാത്രം കനം കുറഞ്ഞ ആളായിരുന്നു ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. പക്ഷെ പരിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ടാൽ മലകൾ പോലും തലകുനിച്ച് നിൽക്കുമാർ വശ്യത ഉണ്ടായിരുന്നു. ആരുടെ ഖുർആൻ പാരായണത്തിന്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോയിട്ട് പാരായണം ചെയ്യാം. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇതെന്താണ്, എന്താ സംഭവം? താങ്കളെങ്ങാൻ പോയി കഴിഞ്ഞാൽ താങ്കളെ അവർ പപ്പടം പൊടിക്കണ പോലെ പൊടിച്ചു കളയും. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാലും സാറില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് ഓതാൻ തുടങ്ങി. സൂറത്തുർ റഹ്മാൻ. മക്കയില് ഖുറൈശികളൊക്കെ ഇങ്ങനെ അവരവരുടെ ഓരോരോ സദസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ഇവരാദ്യം വിചാരിച്ച് ഇത് എന്തോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വേറെന്തോ പറയണമെന്നാ വിചാരിച്ച. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോണ്ട് ഇവരൊക്കെ കൂടി ഇളകി വന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി, മുഖത്തടിക്കാൻ തുടങ്ങി. അടിച്ചടിച്ചടിച്ചടിച്ച് മുഖം ഇങ്ങനെ വീർത്ത് അതിൽ നിന്ന് ചോര ഇങ്ങനെ ചീറ്റാൻ തുടങ്ങി എന്നാ പറയുന്നത്. മുഖം വീർത്ത്. പക്ഷെ അദ്ദേഹം നിർത്തിയില്ല. ഈ 78 ആയത്തും സൂറ റഹ്മാനിലെ 78 ആയത്തും പാരായണം അത് ഓതി തീർത്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പിരിഞ്ഞത്. അപ്പോഴേക്കും മുഖം വല്ലാതെ വീർത്തിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു വന്നിട്ട് സഹാബികളോട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നാളെ ഞാനിത് പാരായണം ചെയ്യും. അപ്പൊ അവർ പറഞ്ഞു, വേണ്ട വേണ്ട, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഖുർആൻ പാരായണം അവർക്ക് പറഞ്ഞു കൊടുത്തു, അത് ഖുർആൻ കേൾപ്പിച്ചു കൊടുത്തു. അത് തന്നെ ഏറ്റവും വലിയ സംഗതിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതും അങ്ങനത്തെ ഒരു സംഭവം കൂടി ഈ സൂറ അർ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്. ഇനി ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഞാൻ ഈ സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ജിന്നിനെ കൂടി അഭിസംബോധന ചെയ്യുന്ന ഏക സൂറത്താണ് ഇത്. രണ്ടു കൂട്ടരെയും, അതായത് ഇപ്പൊ പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രവാചകനല്ല, മറിച്ച് സർവ്വലോകത്തിനും റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് പോലെ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? നബിയെ കുറിച്ച് റഹ്മത്തൻ, ഇന്നാ അർസൽനാക ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വേറെ സ്ഥലത്ത് ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിൽ ആലമീൻ, സർവ്വ ലോകർക്കുമായി കൊണ്ടാണ് താങ്കളെ നാം അയച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും അതിനും കൂടി അർത്ഥം സാക്ഷാത്കരിക്കുന്ന ഒരു രംഗമാണ് നമുക്കിതിൽ കാണാം. അതായത് ജിന്നുകളെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ അവർക്ക് കൂടി ഓതിക്കേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മളിപ്പോ തൽക്കാലം ഇത് വിശദമായിട്ട് ഇപ്പൊ പറയുന്നില്ല, കാരണം ഇത് നമ്മൾ ഓരോന്ന് പഠിക്കണമല്ലോ. ഇതിന്റെ ഉള്ളടക്കം തന്നെ ഓരോ സന്ദർഭത്തിലും ആദ്യത്തെ പിന്നെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ ശരിക്ക് അള്ളാഹുവിന്റെ ആ ഒരു സൃഷ്ടിപ്പ്, മനുഷ്യനോടുള്ള കാരുണ്യം, അവനെ സംസാരശേഷി പഠിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള, അതായത് മനുഷ്യവർഗത്തിന് അള്ളാഹു സന്മാർഗത്തിന്റെ ഒരു ഉപാധിയായിക്കൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അത് അവന്റെ കാരുണ്യത്തിന്റെ താല്പര്യമാണ്. മനുഷ്യനെ ബുദ്ധിയും ബോധമുള്ള സൃഷ്ടിയായിട്ട് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ 5-6 സൂക്തങ്ങളിലായിട്ട് പ്രപഞ്ച സംവിധാനം മുഴുവനും അള്ളാഹുവിന് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശഭൂമികളിലെ സകല വസ്തുക്കളും അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളാകുന്നു. പിന്നെ 7-9 സൂക്തങ്ങളിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത് വളരെ സന്തുലിതത്തിൽ, നീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പ്രപഞ്ചത്തിലെ ആളുകൾ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കും നീതിയോടെ നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഈ അള്ളാഹുവിന്റെ പ്രകൃതി നിയമം ശരിക്കും നടപ്പിലാവുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 മുതൽ 25 വരെ സൂക്തങ്ങളിലെ അള്ളാഹുവിന്റെ കഴിവുകൾ, അതിന്റെ അത്ഭുതങ്ങൾ, അതിന്റെ തെളിവുകൾ വിവരിച്ചിട്ടുണ്ട്. ജിന്നുകളും മനുഷ്യരും അനുഭവിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 26 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാത്ത മറ്റെല്ലാം നശിച്ചു പോകും, അള്ളാഹ് മാത്രമേ അവസാനം അവശേഷിക്കുകയുള്ളൂ, ബാക്കിയെല്ലാം നശിക്കും എന്ന് ജിന്നുകളെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊന്നും അള്ളാഹുവിന്റെ ആശ്രയമില്ലാതെ ജീവിക്കാൻ ഈ ഭൂമിയിൽ പറ്റില്ല എന്നുള്ള സംഗതികൾ. 31 മുതൽ 36 വരെ പറയുന്നത്
നിങ്ങളുടെ വിചാരണ വേള ഏറ്റവും പെട്ടെന്ന് തന്നെ ആസന്നമാണ്. അത് ഏറ്റവും അടുത്ത് തന്നെ സംഭവിക്കും. മനുഷ്യരുടെയും ജിന്നുകളുടെയും വിചാരണ വേള. ആ വിചാരണയിൽ നിന്ന് നമുക്ക് എവിടെയും രക്ഷപ്പെടാനാവൂല. അള്ളാഹുവിന്റെ അധികാരങ്ങൾ നമ്മളെ മുഴുവൻ ഭാഗത്തു നിന്നും വലയം ചെയ്യും. അതിനെ ഭേദിച്ച് നമുക്ക് ഓടിപ്പോവുക സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്കാരെങ്കിലും അങ്ങനെ ഓടിപ്പോകാമെന്ന് വല്ല അഹങ്കാരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓടി നോക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ 37-38 ആയത്തുകളിൽ ഈ വിചാരണ നടക്കുന്നത് ഉയർത്ത് എഴുന്നേൽപ്പ് നാളെ, അതായത് പരലോകത്ത് മനുഷ്യനെ മഹ്ശറിൽ വെച്ചിട്ടാണ് അത് നടക്കുക. ഇവിടെ ധിക്കരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് ദുഷിച്ച പരിണതി ഉണ്ടാവും. അതേ സന്ദർഭത്തിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, പരലോകത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഇങ്ങനെ പിന്നെ വിശുദ്ധ ഖുർആൻ, പിന്നെ സൂറത്തുർ റഹ്മാന്റെ വളരെ വിശദമായ ഒരു വളരെ മനോഹരമായ വാചകങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിപുലമായ അർത്ഥതലങ്ങളുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങയിട്ട വണ്ണം ചോദിക്കുന്നുണ്ട് അല്ലെ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്താ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിലേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്ത് ചോദിക്കുമ്പോൾ അതിന് ഓരോ അർത്ഥമാണുള്ളത്. ഏതെങ്കിലും ഒറ്റ അർത്ഥമല്ല അതിനുള്ളത്. ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥമാണ് ഉള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ചെറിയ ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തിലേക്ക് കടക്കാം.